അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ ഖദർ തന്നെയാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠവും മലക്കുകൾ ഇറങ്ങി വരികയും ചെയ്യുന്ന രാവാണ്. എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകല് യൗമു അറഫ, അറഫ ദിവസത്തെ പകലാണ്. അറഫ ദിവസത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തത്, അറഫ ദിവസമാണ് അള്ളാഹു നമുക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നത്. അള്ളാഹു പറയുന്നു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എൻ്റെ നിഅമത്ത്, എൻ്റെ അനുഗ്രഹത്തെ അഥവാ ദീനിനെ പൂർത്തീകരിച്ചു തന്നത് അന്നത്തെ ദിവസമാണ്, അറഫ ദിവസത്തിലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ നമുക്ക് തൃപ്തിപ്പെട്ട് തന്ന ദിവസം എന്ന നിലയിൽ ഈ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അറഫ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, മാമിൻ അയ്യാമിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അതായത് അറഫ ദിവസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന അറഫ ദിവസത്തേക്കാൾ കൂടുതലായി മറ്റൊരു ദിവസവും കാണാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അറഫ ദിവസം അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമതൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറഫ ദിവസത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തൽ മാദിയ വൽ ബാഖിയ. അഥവാ അറഫ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ 2 വർഷം ചെയ്തു പോയ ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും മാപ്പാക്കി തരും. അതുകൊണ്ട് പശ്ചാത്താപം കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു പ്രത്യേകത, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന ഏറ്റവും ഖൈറായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് അറഫ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. കൂട്ടത്തിൽ പ്രവാചകർ പറഞ്ഞു, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ വചനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂടുതൽ തക്ബീർ ചൊല്ലുകയും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കുകയും അള്ളാഹുവിനോട് നരകത്തിൽ നിന്നുള്ള മോചനത്തിനും പാപമോചനത്തിനും വേണ്ടി കൂടുതൽ ദുആ ചെയ്യുവാനും വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫ ദിവസം ഏറ്റവും നല്ല ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.